ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇവർ വിവാഹിതരായിരുന്ന പരമ്പരയുടെ ഒരു ഭയങ്കര ട്വിസ്റ്റ് സീനുകൾ ഇനി വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ഭൂമിയും അജയും കൂടെ കൈകോർത്തുകൊണ്ട് നമ്മുടെ സൗഭാഗ്യപുരത്തേക്ക് കടന്നു വരികയാണ്. അജയുടെ കൈ പിടിച്ച് നമ്മുടെ ഭൂമി കടന്നു വരികയാണ്. തൻ്റെ അച്ഛൻ്റെ കൊലയാളിയായിട്ടുള്ള ആളെ കണ്ടെത്താനുള്ള ഒരു വലിയൊരു പരിശ്രമമാണ് ഭൂമി ഇവിടെ നടത്തുന്നത്. അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളുമായിട്ടാണ് അപ്കമിങ്ങിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മളൊരു അപ്കമിങ് ഇട്ടിരുന്നു, പ്രഡിക്ഷൻ അപ്കമിങ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഏകദേശം നമുക്കൊന്ന് നോക്കാട്ടോ. ഏകദേശം മിക്കവാറും അജയും ഭൂമിയും തമ്മിൽ പ്രൊമോസ് കാണിക്കുന്നത് വെച്ചിട്ട് തന്നെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോലും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്ത് തരാം. അങ്ങനെ നമ്മുടെ ഭൂമി തൻ്റെ അച്ഛൻ്റെ ആ കൊലയാളികൾ ആരാണെന്ന് കണ്ടെത്തണം. അതിനു വേണ്ടി കമാല് തന്നെ ഫോളോ ചെയ്ത് വന്നത് ഭൂമിക്ക് അറിയാം. അപ്പം ആ വ്യക്തിയുടെ കയ്യിൽ ഒരു ലെറ്റർ ഭൂമി എഴുതി വെക്കുകയാണ്. ആ ലെറ്ററും കൊണ്ടാണ് കമാല് നേരെ ഭവാനിയുടെ അടുത്ത് ചെല്ലണത്. അതിലാണ് ഇങ്ങനെ ശിവനും ദാസന്റെയും പേരൊക്കെ പറഞ്ഞിട്ട് ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ അച്യുതന് മരിക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ശിവന്റെ അടുത്തും ദാസന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. അപ്പം അത് വെച്ചിട്ട് നമ്മുടെ കമാല് കൊണ്ട് കൊടുത്തത് വെച്ച് നമ്മുടെ ഭവാനി ഈ ശിവനെയും ദാസനെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവരെ കണ്ടെത്തുകയും ഡയറക്റ്റ് അവരുമായിട്ട് മിണ്ടാണ്ട് ഒരു സൗഹൃദം കമാലിനെ കൊണ്ട് ആദ്യം ഒരു ആക്കിയെടുക്കുക, അതാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം മുന്നോടിയായിട്ട് നമ്മുടെ ഭൂമി ശിവനെയും ദാസനെയും കണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ കൊലയാളികള് ആരാണെന്നും എന്താണെന്നും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നിങ്ങളെ കൂടെ ഈ ഒരു ട്വിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ അവർക്കൊന്നും മനസ്സിലാവില്ല. ഭൂമി, എന്തൊക്കെയാണ് നീ പറയണത്? ഏതാ കത്ത്? അതായത് അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ കൊലയാളി ആരാണെന്ന് കണ്ടെത്തണമെങ്കിൽ ഞാൻ വേറൊരു കത്ത് എഴുതി. കാരണം എൻ്റെ പിന്നില് ഒരു അച്ഛൻ്റെ ആ കൊലയാളി എന്നെ പിന്തുടരുന്നുണ്ടെന്നും അവർക്ക് അവരാരാണെന്ന് കണ്ടെത്താൻ വേണ്ടി, കാരണം അവർ ഈ കത്തിന് വേണ്ടി എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഭൂമി അവരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പം അതിന് പകരമായിട്ട് ഞാൻ വേറൊരു കത്ത് എഴുതി, അതിൽ നിങ്ങളുടെ പേര് ചേർത്ത് ഞാൻ വെച്ചേക്കാണ്. കാരണം അവരും നിങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ ആ കൊലയാളിയിൽ അടുത്തോട്ട് പോകാനുള്ള ഒരു വഴി എനിക്ക് തുറന്നു കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്ത് ശിവനും ദാസനും പറഞ്ഞു, അതിനെന്താ ഭൂമി, നിന്റെ എന്ത് തീരുമാനത്തിനും ഞങ്ങൾ ഒപ്പം ഉണ്ടാകും എന്ന് പറയണം. അപ്പൊ ഭൂമിക്ക് ഭയങ്കര ഒരു സങ്കടവും സന്തോഷവും ഒക്കെ വരണം. കാരണം എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ കൊലയാളി എൻ്റെ തൊട്ടരികിൽ തന്നെയുണ്ട്. ആരാണെന്നും അത് എന്തിനാണ് എന്നുള്ളതും എനിക്ക് കണ്ടെത്തണം എന്ന് പറയണ. അങ്ങനെ ഭൂമി എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കമാല് ഈ ശിവനെയും ദാസനെയൊക്കെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ടീ ഷോപ്പിൽ വെയിറ്റ് ചെയ്യാനാണ് ഭൂമി പറഞ്ഞത്, അവിടെ വരുത്തിക്കണം, എന്നാലേ ഭൂമിക്ക് കാണാൻ പറ്റുള്ളൂ ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. അങ്ങനെ അവര് വരണം. അങ്ങനെ വരുന്ന അനുസരിച്ചിട്ട് അവിടെ വന്ന് അവർ ടീ ഷോപ്പിൽ ഇരിക്കും. അപ്പൊ ഭൂമി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് വരാനിരിക്കുന്ന അപരിചിതൻ ആരാണെന്ന് ഭൂമി ഇങ്ങനെ കാണുകയാണ്. ഭൂമി ശരിക്കും അയാളുടെ മുഖം ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ സമയത്ത് ഭൂമി കുറച്ച് നേരം നോക്കിയിരിക്കണം. അപ്പൊ ഇതുവരെ കണ്ടില്ല. അപ്പം നമ്മുടെ ശിവനും ദാസനും ആ ടീ ഷോപ്പിൽ തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഭവാനിയുടെ നിർദ്ദേശപ്രകാരം കമാല് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവരിയ്ക്കുന്ന ആ ടീ ഷോപ്പിന്റെ അടുത്ത് തന്നെ കമാല് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പോലീസ് സ്റ്റേഷനിലേക്കുള്ള ചായയായിട്ട് ഭൂമി പോകുന്നുണ്ട്. അപ്പം അജയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ അജയ്ക്ക് ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, താൻ ഇറങ്ങി തുടങ്ങിയല്ലേ, താൻ ആ വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നാലേ താനും ആകെ ഇതായിപ്പോവും. അതുകൊണ്ട് താനൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുക. പിന്നെ തൻ്റെ അമ്മയ്ക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തും എന്ന് പറയണം. അപ്പം ഭൂമി അജയുടെ അടുത്ത് പറയുന്നുണ്ട്, സാർ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എന്തായാലും ഈ ഭൂമിയുടെ പിന്നിൽ പലരും ഉണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ കൊലയാളികൾ എൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ വന്നിരുന്നാലും ഈ ഭൂമി അച്ഛൻ്റെ കൊലയാളികൾ ആരാണെന്ന് കണ്ടെത്തുകയും ചെയ്യും. എൻ്റെ അമ്മയുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജയ് പറഞ്ഞു, ഞാനും അതിനോടൊപ്പം ഉണ്ടാവുള്ളൂ എന്ന് ആ ഭൂമിക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, അല്ല അജയ് ചോദിക്കുന്നുണ്ട്, ഭൂമി എന്നോടൊരു കത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഇല്ല സാർ, ഞാൻ ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ കൊലയാളിയെ ഞാൻ കണ്ടെത്തി സാറിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തും. നിർത്തിയതിന് ശേഷമേ ഞാൻ ആ കത്തിനെ കുറിച്ചുള്ള
ബാക്കി വിവരങ്ങൾ അയാളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കുന്നു പറയുന്നത്. അപ്പൊ അജയ് തന്റെ കോൺഫിഡന്റ് നല്ലതാണ്, പക്ഷെ ഒറ്റയ്ക്ക് എല്ലാം നേരിടാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ തനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഭൂമി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കണ്ടെത്തും. ഇനി അതിനിടയിൽ ഏതെങ്കിലും കുരങ്ങന്മാർ എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ അജയ് ചിരിക്കും. അത് അജയ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ ആ ഒരു കല്യാണം കഴിക്കുന്ന ആള് ഞാനങ്ങായാലോ? അപ്പോൾ ഭൂമി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭൂമി പറയാണ്, അല്ല, ഭൂമി മനസ്സിൽ ചിന്തിക്കുകയാണ്. കാരണം വെച്ചാൽ അജയുടെ മനസ്സിൽ ഭൂമിക്ക് ഒരു ഇഷ്ടവും സ്ഥാനവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഭൂമിയുടെ ഉള്ളിലും അജയുടെ കൂടെ ഒരു സ്നേഹവും ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഭൂമി അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഭൂമി ചിന്തിക്കുന്നില്ല. കാര്യം വേറൊന്നുമല്ല, തന്റെ ജീവിതത്തിൽ തന്റെ ലക്ഷ്യം ഇപ്പോൾ തന്റെ അച്ഛന്റെ ആ കൊലയാളികൾ ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഭൂമിയുടെ ലക്ഷ്യം. അങ്ങനെ അജയുടെ അടുത്ത് ഭൂമി ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അതായത് സാറിന്റെ കയ്യിലുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും എനിക്കൊന്ന് തരാവോ? അപ്പം അജയ് പറഞ്ഞു, തനിക്ക് അതിനുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ട്, അതൊരിക്കലും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല, അത് ഇവിടെ സൂക്ഷിക്കാനുള്ളതാണ്. അപ്പൊ ഭൂമി പറഞ്ഞു, സാറിന്റെ കൈകളിൽ ഇരിക്കുന്ന ആ റിപ്പോർട്ടുകൾ വെറും വ്യാജമാണെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ അജയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നീ നീ എന്നോട് ഇപ്പം പറഞ്ഞല്ലോ, നീ ഏത് അറ്റം വരെയും നിന്റെ ഈ അച്ഛന്റെ കൊലയാളിയെ കണ്ടെത്താനുള്ള ഇതിലോട്ട് പോകുമെന്ന് നീ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അജയ്ക്ക് ദേഷ്യം വരും, നീ ഇപ്പൊ പൊക്കോ, എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അധികം താല്പര്യമില്ല എന്നൊക്കെ ഭൂമി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി ആ പറഞ്ഞനുസരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് സങ്കടത്തോടെ നിറകണ്ണുകളോടെ പോവിണ്. അജയ്ക്ക് മനസ്സിലായി, കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, താൻ ഇപ്പോ പറഞ്ഞത് അവൾക്ക് വിഷമമായിട്ടുണ്ട് ഭൂമിക്ക്, അതാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഭൂമി ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ടീ ഷോപ്പിൽ ചെല്ലാണ്, ആ അപരിചിതനെ പ്രതീക്ഷിച്ച്. അപ്പോൾ ശിവനും ദാസനും അവിടെ തന്നെ ഉണ്ട്. ഭൂമി കണ്ണ് കാണിക്കുന്നുണ്ട്, അവിടെ ഇരുന്നോ, ഇപ്പൊ തന്നെ എത്തുമായിരിക്കും എന്തായാലും. അങ്ങനെ നമ്മുടെ കമാൽ അവിടെ ലാൻഡ് ചെയ്യണ്. അപ്പൊ ഭൂമി നിറകണ്ണുകളോടെ വീക്ഷിച്ച് നോക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ കൊലയാളി എവനാണോ എൻ്റെ അച്ഛൻ്റെ കൊലയാളി എന്നുള്ളത് ഇങ്ങനെ വീക്ഷിക്കുകയാണ്. അങ്ങനെ കമാല് വന്ന് കുറച്ച് മാറി അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് കമാല് ഭവാനിയെ വിളിക്കുന്നുണ്ട്, മേഡം ഞാൻ ആ ടീ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഭവാനി പറഞ്ഞു, താൻ വലിയ കൂട്ടോ ലോഹ്യോ ഒന്നും കൂടാൻ നിൽക്കണ്ട, ഒരു പുതുതായിട്ട് ഒരു ചുമ്മാ ഒരു പരിചയപ്പെട്ട ഉള്ള ഒരു രീതിയിൽ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കമാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പുറത്ത് കാറിൽ രണ്ടുപേരുണ്ട്, അപ്പൊ അതിൽ നിന്ന് ഒരാളെ അവരടുത്തോട്ട് കൊണ്ടുപോകണം, അവര് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ആ ഒരു ഡീലിങ്സ് കഴിഞ്ഞാൽ കമാൽ അവിടെ നിന്ന് പൊക്കോളാനാണ് ഭവാനി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് കമാൽ ദാസന്റെയും അതുപോലെ ശിവന്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഞാൻ എൻ്റെ പേര് കമാലാണെന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങളാണോ ശിവനും ദാസനും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് അതേന്ന് പറയും, നിങ്ങൾ ആരാ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും, അതെ, ഞാൻ അച്യുതൻ എഴുതിയ ഒരു ലെറ്ററിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് വന്നത്. അപ്പൊ ശിവനും ദാസനും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കൂട്ടോ. ലെറ്ററോ? അപ്പൊ പറയാം, അതെ അതെ, അച്യുതൻ മരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയാനായിട്ടാണ് ഞാൻ വന്നത്. അതെ, നിങ്ങളെ ആ കാറിലുള്ള രണ്ടുപേര് അവിടെ ഉണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ കാറിനരികിലോട്ട് ചെല്ലാനായിട്ട് കമാല് പറയാം. അപ്പോൾ ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകണത്, ഞങ്ങൾക്ക് അവരെയൊന്നും അറിയില്ല എന്ന് പറയും. നിങ്ങളടുത്ത് ചെല്ലാനാ പറഞ്ഞത്. അങ്ങനെ നിർബന്ധിപ്പിച്ച് കമാല് അതിലെ ദാസനെയും കൊണ്ട് കാറിന്റെ അരികിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് കമാൽ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോഴേക്കും ദാസനും ആ വണ്ടിയിലുള്ളവരും തമ്മിൽ സംസാരിക്കുകയാണ്. അതായത് അച്യുതൻ മരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പം പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവര് കുറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഭവാനി പറഞ്ഞ അനുസരിച്ച് ആ സത്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിഫലം നിങ്ങൾക്കായിട്ട് തരും എന്നൊക്കെ. അപ്പം ദാസൻ പറഞ്ഞു, ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ദാസൻ തിരിച്ചു പോരുകയാണ്. ഇതൊക്കെ ദൂരെ നിന്ന് നമ്മുടെ ഭൂമി വളരെ വ്യക്തമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദാസ് ഇങ്ങ് വന്നിട്ട് ശിവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ആ കാർ അവിടെ നിന്ന് പോവും, കമാലും പോവും, ആ കാറും പോവും കേട്ടോ. അങ്ങനെ ദാസ് വന്നിട്ട് ശിവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അവരിങ്ങനെ വാഗ്ദാനം തന്നൊന്നും അച്യുതേട്ടൻ എന്തെങ്കിലും മരിക്കുന്നതിന് മുന്നായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചോദിക്കണമെന്ന് പറയും. അങ്ങനെ ഭൂമി കാറൊക്കെ പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ശിവന്റെ അടുത്തും ദാസന്റെ അടുത്തും വന്നിട്ട് അവരെന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ അടുത്ത് നടന്ന കാര്യങ്ങളും ഇങ്ങനെ ആ കാറിനടുത്ത് ചെന്നപ്പോൾ സത്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ലക്ഷങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനം ഞങ്ങൾക്ക് നൽകി. ഭൂമി, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ രണ്ടുപേരും ചോദിക്കുമ്പോൾ ഭൂമി പറയാം, ഇനി വഴിയുണ്ട്. ഇനി അവർ നിങ്ങൾ വിളിക്കാനല്ലേ പറഞ്ഞ് നമ്പർ തന്നേക്കുന്നത്. അപ്പോൾ ശിവനും ദാസനും ഇന്ന് വൈകിട്ടാകുമ്പോൾ അവരെ വിളിക്കണം.
ഞങ്ങൾ സത്യങ്ങളൊക്കെ പറയാം, എവിടെയാ വരേണ്ടതെന്ന് ചോദിക്കണം. അങ്ങനെ ഭൂമി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലെത്തി നമ്മുടെ അച്യുതന്റെ ആ ഫോട്ടോ നോക്കി ഇങ്ങനെ വാവിട്ട് കരയാണ്. തൻ്റെ അച്ഛൻ്റെ കൊലയാളികളുടെ അടുത്തേക്ക് താൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനത് ചെയ്തു? എന്തായിരുന്നു എൻ്റെ അച്ഛനോടുള്ള വൈരാഗ്യം? എൻ്റെ അച്ഛൻ എന്നോട് പറയാത്ത എന്തെങ്കിലും സ്വകാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള പല സങ്കടങ്ങളുമായിട്ട് ഭൂമി പൊട്ടിക്കരയാണ്. അങ്ങനെ വൈകുന്നേരം ആവുകയാണ്. അങ്ങനെ ഭൂമി ദാസനെയും ശിവനെയും വിളിച്ചു. എന്തായി വിളിച്ചു? അപ്പോൾ അവര് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഏതോ ഒരു ക്വാർട്ടേഴ്സിലോട്ടോ എന്തോ ഒരു ഇതിലോട്ട് ചെല്ലാനായിട്ട് അവർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമി പറഞ്ഞു, നിങ്ങൾ എന്തായാലും പൊക്കോ. രാത്രി 12:30ക്കാണ് അവർ ചെല്ലാനായിട്ട് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്കൊപ്പം ഞാനും പിന്നാലെ ഉണ്ടാകും, നിങ്ങൾ പൊക്കോളാനായിട്ട് പറയണം. അങ്ങനെ നമ്മുടെ ദാസനും ശിവനും ആ രാത്രിയിൽ പോവാണ്. ആ സമയം ഭൂമിയും വണ്ടിയും കൊണ്ട് വീടൊക്കെ പൂട്ടിയിട്ട് പോകാനായിട്ട് നോക്കണം. ഭൂമി പെട്ടെന്ന് നോക്കുമ്പോൾ ആ കണ്ട രൂപം, അതായത് കമാലിനെ പോലെയുള്ള ഒരു രൂപം ആ റൂമിൽ പെട്ടെന്ന് നിൽക്കുന്ന പോലെ ഭൂമിക്ക് ഫീൽ ചെയ്യണം. ഭൂമി ഒരു നിമിഷം ഭയന്നു. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. ഭൂമിക്ക് ഭൂമിയുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഒരു മനസ്സിൽ തോന്നിയ ഒരു തോന്നലായിരുന്നു. അങ്ങനെ ഭൂമി പെട്ടെന്ന് തന്നെ നേരെ അവിടുന്ന് വണ്ടിയും കൊണ്ട് നേരെ പോവാണ്. അങ്ങനെ അവരൊപ്പം ആ പറഞ്ഞ റൂട്ട് അനുസരിച്ചിട്ട് അവിടോട്ട് അവർ ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശിവനും ദാസനും അകത്തോട്ട് കയറിപ്പോയി. നമ്മുടെ ഭൂമി ആരുടെയും കണ്ണിപ്പെടാണ്ട് മാറി ആ ഒരു വലിയ ഒരു ഇതാണ്, വലിയൊരു റിസോർട്ട് പോലെയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭൂമി ആ ജനലിൻ്റെ അവിടെ നോക്കി നിൽക്കുകയാണ്. ഭൂമിയെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അവിടെ കണ്ടത്. കാരണം കമാലും വേറെ ഒന്ന് രണ്ട് ഗുണ്ടകൾ, പിന്നെ കണ്ട രൂപം ഭവാനി, സൗഭാഗ്യപുരത്തെ ആ ഭവാനി, ഇവർക്ക് എന്താണ് ബന്ധം? ഇവരാണോ ഇതിൻ്റെ എല്ലാം മെയിൻ ഉസ്താദ് എന്ന് പറയണത്? ഇവരാണോ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്? അങ്ങനെ ഭൂമി ഞെട്ടി നിൽക്കണം കേട്ടോ. ഭൂമി പക്ഷെ ഒരു കാര്യം കൂടെ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, പോലീസിനെ വിവരം അറിയിച്ചിട്ട്. അങ്ങനെ ഭവാനി ദാസന്റെ അടുത്തും ശിവന്റെ അടുത്തും സംസാരിക്കുന്നുണ്ട്. അതായത് മരിക്കുന്നതിന് മുന്നേ അച്യുതൻ എന്തെങ്കിലും സത്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പം ദാസനും ശിവനും ചോദിക്കും, അല്ല നിങ്ങളാരാണ്? നിങ്ങളാണോ അച്ചുവേട്ടനെ കൊലപ്പെടുത്തിയത്? നിങ്ങളുടെ അടുത്ത് അതല്ലല്ലോ ചോദിച്ചത്, നിങ്ങൾ മറ്റൊന്നും സംസാരിക്കേണ്ട, ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതിയെന്ന് ഭവാനി പറഞ്ഞു. അപ്പോൾ കമാല് പറഞ്ഞു, അച്യുതനെ കൊന്നത് ഞാനാ എന്നിങ്ങനെ പറയണം. അങ്ങനെ ഭവാനി പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാവുന്ന സത്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം എന്നിങ്ങനെ ഭവാനി പറയുകയാണ്. അപ്പോൾ ആ സമയത്തേക്കും പോലീസ് അവിടെ എത്തുകയാണ് കേട്ടോ. അപ്പം പോലീസ് എത്തിക്കഴിയണത് പെട്ടെന്ന് തന്നെ കമാൽ ഭവാനിയെ രക്ഷപ്പെടുത്തി കാറിലോട്ട് കയറ്റി വിടുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കമാൽ പിടിക്കപ്പെടുകയാണ്. അങ്ങനെ ഭൂമി പറഞ്ഞ നിർദ്ദേശപ്രകാരം പോലീസ് എത്തി കമാലിനെയും മറ്റു ഗുണ്ടകളെ അവിടെ നിന്ന് കൊണ്ടുപോയി നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം ഇതിനിടയിൽ ഭവാനിയും കമാലും തമ്മിൽ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കത്തിൽ എഴുതിയിരിക്കും പോലെ ശിവനും ദാസനും ആ രഹസ്യം അറിയാമെങ്കിൽ ഭൂമി എന്തുകൊണ്ടായിരിക്കും അവരെ തേടി ഭൂമി പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഭൂമി തിരക്കാത്തത്? ഇതിലെന്തോ ചതിയില്ലേ കമാലെ എന്ന് നമ്മുടെ ഭവാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭവാനി 100 രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ കമാല് പറഞ്ഞു, എന്തായാലും അവന്മാർ വരട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ആ ചതി പോലീസായിട്ട് അവിടെ വന്ന് അവരെ പിടികൂടിയത്. അപ്പം ഭവാനി കാറിൽ ഇരുന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഭൂമി എല്ലാം മനസ്സിലാക്കുന്നവളാ, അവള് മുൻകൂട്ടി ഈ ചതി നമ്മളോട് ചെയ്തത് തന്നെയാണ് എന്നുള്ളത് ഭവാനിക്ക് മനസ്സിലായി. അങ്ങനെ ഭവാനി പേടിച്ച് വിറച്ച് നേരെ സൗഭാഗ്യപുരത്ത് ചെന്ന് നേരെ റൂമിൽ ചെന്നിരിക്കുകയാണ്. ഭവാനിക്ക് പേടിയായി. എന്തായാലും കമാല് തൻ്റെ പേര് ഒറ്റില്ല എന്നുള്ളത് ഭവാനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ അജയുടെ അടുത്ത് എത്തിയ കമാലിന് കുറേ ഇടിയൊക്കെ കൊടുത്തിട്ട് കമാല് സത്യം പറയില്ല. ഭൂമിക്ക് അറിയാം കമാല് മരിച്ചാലും ഭവാനിയുടെ പേര് ഒറ്റിക്കൊടുക്കില്ല എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ശിവനും ദാസനും ഭൂമിയും കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം. അപ്പോൾ ശിവനും ദാസനും ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ആ സ്ത്രീയെ കുറിച്ചുള്ള വിവരങ്ങൾ അജയ് സാറിന്റെ അടുത്ത് പറയേണ്ടതെന്ന് ചോദിക്കുമ്പം ഭൂമി പറയുന്നുണ്ട്, വേണ്ട, കാര്യം എൻ്റെ അച്ഛൻ പറയാത്ത എന്തോ ഒരു രഹസ്യം ഇവരിലുണ്ട്, അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അജയ് സാറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. കമാല് പറയാൻ ചാൻസ് ഇല്ല ആ മേഡത്തെ കുറിച്ച്, കാരണം അവൻ ഒരിക്കലും അവന്റെ മേഡത്തിനെ ഒറ്റാൻ സാധ്യതയില്ല എന്ന് ഭൂമി പറയുന്നുണ്ട്. അപ്പം ശിവനും ദാസനും ശരി ഭൂമി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മുടെ സൗഭാഗ്യപുരത്ത് ഭവാനിക്ക് ഒരു സമാധാനം ഇല്ല. കമാലിനെ പിടിച്ചു, ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ സംഗീതയും മാധവനും അഞ്ജനയൊക്കെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ്. അപ്പൊ അഞ്ജന റൂമിലോട്ട് ചെന്നിട്ട് ചോദിക്കും, അമ്മ എന്തെടുക്കുക ഇവിടെ? അവിടെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പൊ പറഞ്ഞു, അതെ ഞാൻ വരാം, നീ പൊക്കോ എന്ന് പറയാണ് ഭവാനിക്ക് ആകെ ടെൻഷനാണ്. എന്താകും, തൻ്റെ പേര് പിടിക്കപ്പെടുവോ, എല്ലാം തീർന്നുവെങ്കിൽ
അങ്ങനെ നമ്മുടെ ഭവാനി ടെൻഷൻ അടിച്ചിരിക്കണം. ആ സമയത്ത് നമ്മുടെ അജയ് കയറി വരികയാണ്. അജയ് വരുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കും, മോനെ, നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തീരുമാനിക്കേണ്ടത്. നിനക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ? അപ്പം അജയ് നമ്മുടെ അഞ്ജനേനെ ഒന്ന് തുറിച്ച് നോക്കിയിട്ട് റൂമിലോട്ട് കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ നയനയുടെ ഒരു ഫോട്ടോ നമ്മുടെ അജയ് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കാണാനില്ല. അപ്പൊ അജയ് അവിടെ ചോദിക്കും, ഇവിടെ ഇരുന്ന ഫോട്ടോ ആരാ എടുത്ത് മാറ്റിയത്? അപ്പോഴേക്കും നമ്മുടെ അഞ്ജന ചെന്നിട്ട് പറയും, ഞാനാ എടുത്ത് മാറ്റിയത്. അതെന്തിയെന്ന് ചോദിക്കുമ്പോൾ അത് വേസ്റ്റ് ബോക്സിൽ ഇട്ടു എന്ന് പറയണതും അജയ് ഒരൊറ്റ അടി അഞ്ജനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം മുത്തശ്ശിയും അതുപോലെ നമ്മുടെ ഭവാനിയും സംഗീതയൊക്കെ ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യും? കാരണം എന്ന് വെച്ചാൽ അജയ് അവളെ തല്ലി. എൻ്റെ അജയ് പറയും, മുത്തശ്ശി, എനിക്ക് ഈ കല്യാണത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. എൻ്റെ മനസ്സിൽ നയന മാത്രമേ ഉള്ളൂ. മറ്റൊരു പെൺകുട്ടിയെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ എനിക്ക് സാധിക്കില്ല എന്ന് അജയ് മുത്തശ്ശിയോട് പറയുകയാണ്. അപ്പൊ മുത്തശ്ശിയും പെട്ടെന്ന് അന്താളിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഭവാനിക്ക് ദേഷ്യം വന്ന്, എനിക്കോ നിനക്കോ ഈ വീട്ടിൽ ഒരു വിലയില്ലടി എന്ന് പറഞ്ഞിട്ട് അഞ്ജനയ്ക്ക് ഒരു തല്ലും കൂടെ കൊടുത്തിട്ട് ഭവാനി അഞ്ജനെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അഞ്ജന കരയുകയാണ്. അപ്പൊ ഈ സമയത്ത് മുത്തശ്ശിക്ക് ആകെ വിഷമം. എല്ലാവരും പെട്ടെന്ന് എന്താ ഇങ്ങനെ എന്നുള്ളത്, അജയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ വരെയാണ്. അങ്ങനെ നമ്മുടെ ഭവാനി അവിടെ നിന്നിട്ട് കരയുകയാണ്. അപ്പൊ ആ സമയം നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി അടുത്തോട്ട് ചെല്ലുകയാണ്. എൻ്റെ ഭവാനി പറയുന്നുണ്ട്, അമ്മേ, ഞാനും എൻ്റെ മോളും ഇവിടെ അധികപ്പറ്റാണ്. ഞങ്ങളെ ഇവിടെ ഒരു പട്ടിയുടെ വില പോലും ഇല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പോവാം അമ്മയെന്ന് പറയുന്നുണ്ട്. ഭവാനി, നീ അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. ഈ സൗഭാഗ്യമാണ് തീരുമാനം എടുത്തേക്കുന്നത്, അഞ്ജനയുടെയും അജയുടെയും വിവാഹം നടത്താൻ. ആ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ ഈ സൗഭാഗ്യക്ക് കഴിയുകയും ചെയ്യും എന്നിങ്ങനെ മുത്തശ്ശി പറയണം കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്ക് ഭവാനിക്ക് സമാധാനമായി. കാരണം അമ്മ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും എന്നുള്ളത് ഭവാനിക്ക് അറിയാം. അങ്ങനെ ഈ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഭൂമി ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ, അതായത് ഭവാനിയാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് ഭൂമി മനസ്സിലാക്കി. അവരെ ഈ കൊലപാതകം ചെയ്യാനുള്ള കാരണം എന്തിന് എൻ്റെ അച്ഛനെ വകവരുത്തി എന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഭൂമി സൗഭാഗ്യപുരത്തോട്ട് വരെയാണ്. അപ്പൊ അവിടെ വരുമ്പോൾ മുത്തശ്ശി അവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും വിഷമിച്ചിരിക്കണം. അപ്പൊ മുത്തശ്ശി കാര്യങ്ങളൊക്കെ ഭൂമിയോട് പറയും. അജയ്ക്ക് ഇങ്ങനെ വിവാഹത്തിന് താല്പര്യമില്ല എന്നും അവന് നയന എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ ഭൂമി ഇതൊക്കെ കേട്ട് സമാധാനപ്പെട്ടിരിക്കുക. മുത്തശ്ശി സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ സമാധാനിപ്പിക്കുകയാണ് ഭൂമി. മോളെന്തേ വന്നേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന, അവൻ ഇനി താഴോട്ട് വല്ല മേളിലുണ്ട്, മോള് പോയി കണ്ടോളാൻ പറഞ്ഞു. അപ്പം ഇത് കണ്ട ഭവാനിക്കും അഞ്ജനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇവക്ക് വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യം അജയുടെ ബെഡ്റൂമിലോട്ട് കയറ്റി വിട്ടേക്കുന്നു എന്നുള്ള രീതിയിൽ ഭവാനിയും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജന ഇങ്ങനെ തുറിച്ചു നോക്കാനേട്ടോ. ഭൂമി തുറിച്ചു നോക്കിയാണ് ഭവാനീനെ. എൻ്റെ അച്ഛൻ്റെ കൊലയാളി നിങ്ങളാണോ? നിങ്ങൾ എന്ത് കാരണത്താലാണ് എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയത്? നിങ്ങളെ ഞാൻ എല്ലാ സത്യങ്ങളും ഞാൻ തെളിയിപ്പിച്ച് നിങ്ങളെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഭവാനിയുടെ കറുത്ത മുഖങ്ങൾ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. ഈ ഭൂമിയാ പറയണത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭൂമി മേളിലോട്ട് കയറി ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ അജയുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പൊ സാറേ, മുത്തശ്ശി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സാറിന് ഈ വിവാഹം താല്പര്യമില്ലേ അഞ്ജനയുമായിട്ടുള്ള? അപ്പം അജയ് പറഞ്ഞു, ഇല്ല ഭൂമി, എനിക്കൊട്ടും താല്പര്യമില്ല. സാറിന്റെ മനസ്സിൽ നയന എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയാണെന്നറിയാം. പക്ഷെ ഒരിക്കലും ആ ഒരു കാര്യങ്ങളൊന്നും മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യണത് അജയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ അജയ് ഭൂമിയോട് പറയണം, അതെ, എൻ്റെ ഫ്രണ്ട് ആൻഡ്രൂസിന്റെ പിന്നെ പെങ്ങളാണ് നയന. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി. എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഭൂമി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി ഒരു നിമിഷം ചിന്തിച്ചിട്ട്, സാറിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കും. സാറിന് ഈ വിവാഹത്തിന് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയട്ടെ. എനിക്ക് എൻ്റെ വീട്ടിലിപ്പോൾ സേഫ് അല്ല. എനിക്ക് മരണത്തെ പേടിയില്ല. പക്ഷെ എൻ്റെ അച്ഛൻ്റെ കൊലയാളികൾ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. സാറിന് എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അജയ് ചോദിച്ചു, ഭൂമി എന്താ ഉദ്ദേശിക്കണം? അതായത് സാറും ഞാനും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെക്കാൻ പോവാണ്, ഒരു 3 മാസത്തെ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എഗ്രിമെന്റ്. അപ്പോൾ അജയ് ചോദിക്കും, വാട്ട്?
എന്താ ഭൂമി നീ പറയണത്? അപ്പൊ പറയും, അതെ സാർ ഈ 3 മാസത്തിനുള്ളിൽ നയനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കോളാം. ഞാൻ ഈ സമയം എൻ്റെ അച്ഛൻ്റെ കൊലയാളികളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തും. ഈ സമയം അഞ്ജനയുമായിട്ടുള്ള വിവാഹം മുടങ്ങിപ്പോവുകയും ചെയ്യും. ഞാനും സാറും തമ്മിലുള്ള ഒരു ഉടമ്പടി സാറിന് സമ്മതമാണോ എന്ന് ചോദിക്കും. എനിക്ക് ഒരു സേഫ്റ്റി എനിക്കിപ്പം വേണം. എൻ്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതയല്ല. കാരണം എന്ന് വെച്ചാൽ മരിക്കാൻ എനിക്ക് പേടിയില്ല. സാറിന് അറിയാലോ, എന്ത് നേരിടാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷെ അതിന് മുന്നേയായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സേഫ് ഇവിടെ തന്നെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഉടമ്പടി പ്രകാരം ആണെങ്കിൽ സാറിനും അത് ബെറ്റർ അല്ലേ എന്ന് ഭൂമി ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ അജയ് ഒരു നിമിഷം ചിന്തിക്കുകയാണ് നയനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അഞ്ജനയോടുള്ള ദേഷ്യം. പക്ഷെ ഭൂമിയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഭവാനി. ഭവാനി മാത്രമാണ് ഭൂമിയുടെ ലക്ഷ്യം. ആ ഇരുണ്ട മുഖം പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ഭൂമി ഈ ഒരു റിസ്ക് എടുക്കുന്നത്. അങ്ങനെ അജയ് പറഞ്ഞു, തൻ്റെ ഈ തീരുമാനത്തിന് എനിക്ക് സമ്മതമാണെന്ന് പറയാം. എന്നാൽ സാറ് വാ, നമുക്ക് അതിന് വേണ്ടുന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അജയും ഭൂമിയും കൂടെ താഴോട്ട് വരികയാണ് കേട്ടോ. അപ്പം മുത്തശ്ശിയുണ്ട്. എന്നിട്ട് മുത്തശ്ശിയെടുത്ത് അജയ് പറയും, മുത്തശ്ശി എല്ലാവരെയും വിളിക്കാൻ പറയും, അമ്മയും അച്ഛനെയും സത്യദാസ അമ്മാവനെ എല്ലാവരും വിളിക്കാൻ പറയും. അങ്ങനെ എല്ലാവരും വരികയാണ്. എല്ലാവരും വന്നു കഴിയുമ്പോഴത്തേക്ക് ഭൂമിയെ ചേർത്ത് പിടിച്ചിട്ട് അജയ് പറയും, മുത്തശ്ശി, ഈ വിവാഹത്തിന്, അഞ്ജനയുമായുള്ള വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഭൂമിയെ സ്നേഹിക്കുകയാണ്. അവളെപ്പോലൊരു പെൺകുട്ടിയാണ് എനിക്കിഷ്ടം. മുത്തശ്ശി ഈ വിവാഹം നടത്തി തരണം. അപ്പോൾ എല്ലാവരും അന്തം വിടുകയാണ്. എന്താ ഈ പറയണത്? അജയ്ക്ക് ഭൂമിയെ ഇഷ്ടമാണെന്ന്. അപ്പോൾ സത്യദാസ് പെട്ടെന്ന് ഷോക്കായി പോകുന്നു. അഞ്ജനയ്ക്ക് മുഖത്തടിച്ചണക്ക് ഭവാനി അന്തം വിട്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി എന്ത് തീരുമാനിക്കും? എന്ത് തീരുമാനം എടുക്കേണ്ട? അപ്പോൾ തൻ്റെ കൊച്ചുമകൻ ഇങ്ങനെ ഒരു ആഗ്രഹം വന്ന് പറയാണ്. പിന്നെ ഭൂമിയെ സംഗീതയ്ക്കാണെങ്കിലും നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാണ്. കാരണം നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ്. ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടി. അപ്പോൾ മുത്തശ്ശി ഭൂമിയോട് ചോദിക്കും, മോളെ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അപ്പം ഭൂമി പറയും, അതേ മുത്തശ്ശി, അജയ്ക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കും അജയിനെ ഇഷ്ടമാണ് എന്നുള്ളത് ഇങ്ങനെ പറയും. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കര ഇതായിപ്പോവും. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എൻ്റെ കൊച്ചുമകന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ മുത്തശ്ശി സാധിച്ചു തരും. ഭവാനി, നീ എന്നോട് ക്ഷമിക്കണം. കാരണം എൻ്റെ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇഷ്ടമില്ലാത്ത രണ്ടുപേരെ തമ്മിൽ എനിക്ക് യോജിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം അവൻ്റെ വിവാഹമാണ്, അവനാണ് തീരുമാനിക്കേണ്ടത്. അവനൊരു കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ എനിക്കത് സാധിച്ചു കൊടുക്കാതെ നിവർത്തിയില്ല എന്ന് പറയാണ്. അങ്ങനെ ഭൂമി അജയും തമ്മിലുള്ള വിവാഹത്തിന് മുത്തശ്ശി അനുവാദം കൊടുക്കുകയാണ്. ആ ഒരു സീനാണ് ഭയങ്കര ട്വിസ്റ്റായിട്ട് നമ്മുടെ ഇവർ വിവാഹിതരായാലും നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കട്ടോ. ഈ ഒരു ട്വിസ്റ്റ് മിക്കവാറും ഇത് കറക്റ്റായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പ്രൊമോയിലൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മിക്കവാറും ഈ ഒരു പ്രഡിക്ഷൻ തെറ്റാൻ വഴിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക. കേട്ട ശേഷം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ഇതേ ചാനലിൽ തന്നെ ഉച്ചയ്ക്ക് 2:30 കാറ്റത്തെ കിളിക്കൂട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പവിത്രം എല്ലാ തിങ്കളാഴ്ചയും ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്ന ശേഷം നമ്മൾ പ്രൊമോ ഇടുന്നതാണ്. അപ്പം എല്ലാ സീരിയലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.